ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ പറമ്പിൽ പോകുന്നതാണ്. ശരിക്കും അവിടെ ചെന്ന് നനയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗായ്സ് നമ്മുടെ അപ്പച്ചൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ. പറമ്പിനകത്ത് കയറാം. അപ്പോൾ ഗായ്സ് എൻ്റെ അപ്പച്ചൻ്റെ പറമ്പിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഭയങ്കര വെയിലാണ് ഗായ്സ്. ഞാൻ നിങ്ങളെ എൻ്റെ അപ്പച്ചൻ്റെ സ്ഥലമെല്ലാം കാണിക്കാം. കപ്പ കൃഷിയാണ് അപ്പച്ചൻ്റെ മെയിൻ. ഗൈസ്, നിങ്ങളാണ് ഈ കപ്പ കൃഷിയെല്ലാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ഗൈസ്. കാരണം ഞങ്ങളാണ് ഈ ഓണാക്കിയായിരുന്നു. പക്ഷേ ഇത് മുഴുവനോട് കിട്ടിയില്ല. അത് കാരണം ഇതിപ്പം എൻ്റെ അപ്പച്ചൻ്റെ പറമ്പിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ പണിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കപ്പ നനയ്ക്കാൻ വേണ്ടിയുള്ളതാണ് ഗൈസ്. അപ്പച്ചനെ കാണാനില്ല. അപ്പച്ചൻ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വല്ല പോയി കാണും. ഗൈസ്, നിങ്ങൾ തന്നെ നോക്ക്. അതെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ മടുക്കുമ്പോൾ വിശ്രമിക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. പിന്നെ ഇവിടെ കിണറുണ്ട്. കിണറ്റിലൂടെയൊക്കെയാണ് ഞങ്ങൾ വെള്ളം കോരി ഒഴിക്കുന്നത് ഗൈസ്. അതായത് നിങ്ങൾ തന്നെ നോക്കി, ഇവിടെ ചുറ്റും വാഴയും കപ്പയുമാണ് ഗൈസ്. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഗൈസ് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റാത്തത്. പിന്നെ ജോഷ് വന്നിട്ടില്ല. ജോഷ് അവൻ്റെ വീട്ടിൽ ഇരുന്ന് വേറെ എന്തോ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അപ്പച്ചൻ്റെ ഇവിടെ വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലത്തൊന്ന് കയറിയിരിക്കാം. കാരണം ഭയങ്കര വെയിലാണ് ഗൈസ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വീഡിയോ കൂടെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഗൈസ്. അപ്പോഴത്തേക്കാണ് ഇനിയിപ്പം അപ്പച്ചൻ വരുമ്പോഴത്തേക്ക് എനിക്കാണ് ഈ ചെടിക്ക് നനയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്പച്ചൻ വരുന്നവരെ നോക്കിയിരിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ അപ്പച്ചൻ്റെ പറമ്പിലെത്തി. പിന്നെയും അപ്പച്ചൻ അവിടെ അപ്പുറത്തുള്ള വീട്ടിലാണ് ഇച്ചിരി തേങ്ങയാണെങ്കിൽ പറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉടനെ വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഇവിടുത്തെ പണിയെന്ന് പറഞ്ഞാൽ നനയ്ക്കുകയാണ്. മെയിനായിട്ട് ഇവിടെ വന്ന് നനയ്ക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാ വർഷവും ഇതുപോലെ കപ്പയിടും. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വല്ല കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഈ വരുന്ന 7-ാം തീയതി, ഏപ്രിൽ 7-ാം തീയതി ഗൈസ്, ഞാൻ ഞാനും ജോഷിയും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 മാസം ആകാൻ പോവാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും തുടരാൻ പറ്റും ഗൈസ്. ഇനിയിപ്പോൾ എൻ്റെ അപ്പച്ചൻ വരുന്നവരെ എനിക്ക് ഇങ്ങനെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അപ്പച്ചൻ വരുന്നവരെ നമുക്ക് നോക്കാതിരിക്കാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ നനയ്ക്കാൻ സഹായിച്ചു. ഓസിട്ടാണ് നനച്ചത്. അത് കാരണം ദേഹമൊക്കെ നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ എന്തോരം ആണ് ഈ നനച്ചെന്ന്. ഒരു 1/4 ഭാഗമെങ്കിലും ഞങ്ങൾ നനച്ചിട്ടുണ്ടാവും ഗൈസ്. നിങ്ങളെ ഞാൻ കാണിക്കാം ഗൈസ്. വെള്ളം കിടക്കുന്ന എല്ലാം നനച്ചതാണ് ഓസിട്ട് ഗൈസ്. അങ്ങ് അവിടെ അറ്റം തൊട്ട് തുടങ്ങിയാണ് ഗൈസ്. ഇപ്പം ഇവിടം വരെ വെള്ളം അടിച്ച് നനച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ പലർക്കും സംശയം കാണും എന്നാന്ന് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കപ്പ നടന്നത്. പൊതുവെ ഈ കൃഷിക്കാരാണ് ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ അവർക്ക് നല്ല ഡൗട്ട് കാണും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പരിശ്രമമാണ്. നമ്മൾ വേനൽക്കാലത്തും കപ്പ നടാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പലരും പറയും ഇത് പൊട്ടത്തരം കാണിക്കുന്നത്. നമ്മളതൊന്നും കേൾക്കത്തില്ല ഗൈസ്. നമുക്ക് ഒരു ചെറിയൊരു പരിശ്രമം, ഒരു മഴ പെയ്താൽ ഇത് കിളുത്ത് വരാവുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾ തന്നെ നോക്ക്. ഇവിടെ എന്തോരം ചൂടുകളാണ് ഗൈസ്. ഇവിടെ എൻ്റെ അപ്പച്ചനാണ് ഈ നട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ വാഴ, ഇവിടെ പിന്നെ കുറച്ച് നേരത്തെ നട്ട് വെച്ച കപ്പയുണ്ട്. ഇവിടെ ഞാൻ എങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയാലും അവിടെ കപ്പയും ചേനയും വാഴയൊക്കെയാണ് ഗൈസ്. അവിടെ കപ്പ, ഇവിടെ കപ്പ നോക്കിക്കേ. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ പിന്നെയും നനയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പം പിന്നെയും നനയ്ക്കണം. അതായത് ഈ അടുത്ത കോലം എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് മഗ് വെച്ച് വെള്ളം ഒഴിക്കുക എന്നതാണ് ഗൈസ്. ഇങ്ങനെ മഗ് എടുക്കുക. ഇതുപോലെ 1/2 കപ്പ് മഗ് ഓരോ ചൂടിനും ഒഴിക്കുക എന്നതാണ് ഗൈസ്. വലുതിച്ചിട്ട്
അപ്പച്ചൻ അവിടെ വിശ്രമിക്കുകയാണ്. ഗൈസ് ഇതിനിപ്പോൾ തുടരാം. ബാക്കി നിങ്ങൾ പതുക്കെ കണ്ടാൽ മതി. അങ്ങനെ ഗൈസ് ദേ നമ്മുടെ പകുതി കപ്പ നമ്മൾ നനച്ചിരിക്കുകയാണ്. ഗൈസ് ദേ നമ്മൾ താഴത്തെ ഭാഗം മുഴുവൻ നനച്ച് ഇതാ വരുന്നു ഗൈസ്. പിന്നെ അപ്പച്ചനാണെങ്കിൽ വിളിക്കുന്നുണ്ട് മറ്റേ ഇത് നനയ്ക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമ്മളത് മുകളിലത്തെ ഭാഗമാണ് ഇപ്പം നനയത്. ഇത്രയും നനച്ചു. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ ഇത് അപ്പച്ചൻ്റെ പോയി ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ദേ അങ്ങനെ നമ്മൾ അവസാനം 300 ചൂട് കപ്പയ്ക്കും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം അപ്പച്ചനാണെങ്കിൽ അവസാനത്തെ 2-3 ചൂടുകൾക്ക് മാത്രം ഒഴിക്കുന്നത്. അതുകൊണ്ട് കുറച്ചെണ്ണം തരുന്ന അധികം നനവ് വീണിട്ടില്ല. അന്നേരം അതിനൊക്കെ മാത്രം ഗൈസ്. എന്ത് പൊടി കിടക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ് ഗൈസ്. ഞങ്ങളാണെങ്കിൽ ഞാൻ ഉടനെ അതിനൊരു ഡേ ഇൻ മൈ ലൈഫും പിന്നെ വേറെ ചാലഞ്ച് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അതായത് ഈ ജോഷിയുടെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഈ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഇത് അവൻ എന്നെ സഹായിക്കുന്നത് ഗൈസ്. ഇപ്പോൾ ജോഷി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അപ്പച്ചനമാരൊക്കെ ആണെങ്കിൽ ഇതാ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.